ഖലീഫ കാണാൻ ഒരു കാരണം കൂടി കിട്ടി. മോഹൻലാൽ ഖലീഫയിൽ ഉണ്ടാകുമെന്നുള്ള സ്പെക്കുലേഷൻ ഒടുവിൽ സത്യമായി. പക്ഷെ ഇപ്പോൾ വന്ന അപ്ഡേറ്റ് അതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. മോഹൻലാൽ തന്റെ ക്യാമിയോ പോർഷൻസിന്റെ ഡബ്ബിംഗ് പോലും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ചോദ്യം, ഖലീഫയിൽ ലാലേട്ടൻ വരുന്നത് വെറും ഒരു ക്യാമിയോ ആയിരിക്കും? പൃഥ്വിരാജ് സുകുമാരന്റെ നായകനായി വൈശാഖ് ഒരുക്കുന്ന ഖലീഫ ഓണം റിലീസായി ഓഗസ്റ്റ് 20 എത്താനാണ് കറന്റ് ഷെഡ്യൂൾഡ്. ഇതൊരു 2 പാർട്ട് ആക്ഷൻ സാഗയുടെ ആദ്യ ഭാഗമാണ്. അതുകൊണ്ട് മോഹൻലാലിന്റെ അപ്പിയറൻസ് വെറും ഒരു സ്റ്റാർ ക്യാമിയോ മാത്രമല്ല, സ്റ്റോറിയിൽ തന്നെ വലിയൊരു കണക്ഷൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വലിയ ക്യൂരിയോസിറ്റി. പൃഥ്വിരാജും മോഹൻലാലും ഒരുമിച്ച് വന്നപ്പോൾ മലയാളം ഓഡിയൻസിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ എല്ലാം കാണിച്ചു തന്നതാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. പൃഥ്വിരാജ് ആണ് ലീഡ്, മോഹൻലാൽ എത്തുന്ന ക്യാമിയോ റോൾ. അതുകൊണ്ട് ലാലേട്ടൻ വരുന്ന ആ ഒരു സീൻ തിയേറ്ററിൽ എത്ര വലിയ റിയാക്ഷൻ ഉണ്ടാക്കും എന്നതാണ് റിയൽ ഹൈപ്പ്. റിപ്പോർട്ട്സ് പ്രകാരം മോഹൻലാൽ അവതരിപ്പിക്കുന്നത് മമ്പറക്കിൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തെയാണ്. ഇത് പൃഥ്വിരാജിന്റെ ക്യാരക്ടറായ ആമിർ അലിയുടെ കുടുംബചരിത്രവുമായി ബന്ധപ്പെട്ട കഥാപാത്രമാണ്. അതുകൊണ്ട് മോഹൻലാൽ വെറുതെ വന്ന ഒരു മാസ് ഡയലോഗ് പറഞ്ഞിട്ട് പോകുന്ന ക്യാമിയോ ആകുമോ, അതോ ഖലീഫയുടെ വലിയ സ്റ്റോറിയിലേക്ക് ഒരു ഡോർ തുറക്കുന്ന ക്യാരക്ടർ ആകും? ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം. ഖലീഫ 2 ഭാഗങ്ങളായാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 മോഹൻലാലിന്റെ ക്യാമിയോ, പാർട്ട് 2 സ്റ്റോറിക്ക് ഫൗണ്ടേഷൻ ഇടാനുള്ള സെറ്റപ്പ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തിയേറ്റേഴ്സിൽ ലാലേട്ടൻ വരുന്ന ഒരു സീൻ മാത്രമല്ല, അത് എൻ്റയർ ഫ്രാഞ്ചൈസിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റുന്ന മൊമെന്റ് ആകാം. അതുകൊണ്ട് ഈ ഓണം ക്ലാഷിൽ ഖലീഫയുടെ ബിഗ്ഗസ്റ്റ് ട്രം കാർഡ് പൃഥ്വിരാജ് മാത്രമല്ല, മോഹൻലാൽ ക്യാമിയോ കൂടി ആയിരിക്കുകയാണ്. ദുൽഖറിന്റെ അയാം ഗെയിം, നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഇവയ്ക്കിടയിൽ ഖലീഫ ഇപ്പോൾ കൂടുതൽ ഡേഞ്ചറസ് ആയി തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, മോഹൻലാലിന്റെ ക്യാമിയോ എത്ര ചെറുതായാലും ആ സീൻ തിയേറ്ററിൽ പൊട്ടുമോ ഇല്ലയോ എന്നത് കാണാൻ എല്ലാവരും കാത്തിരിക്കും. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? മോഹൻലാൽ ക്യാമിയോ മാസ് മൊമെന്റ് ആകുമോ? കമന്റ് ചെയ്യൂ.